ഇടത് പാർട്ടികളുടെ പ്രസക്തി എന്ന് പറയുന്നത് കേവലം നമ്പറിൽ മാത്രമല്ല. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ ഒരു ദൃഢതയും വളരെ പ്രസക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടാൻ പോകുന്ന 17ാം ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം കുറവാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആ ഒരു പ്രസൻസിനെ അതിജീവിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ട് വിഷയങ്ങൾ: ഒന്ന്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത; രണ്ട്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളെ ഊന്നിക്കൊണ്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ രാജ്യം ശരിയായ ദിശയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം, സാന്നിധ്യം ശക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം. അത് വിജയിപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് മാത്രമല്ല, ഇന്ത്യയുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കോൺഗ്രസ് യഥാർത്ഥത്തിലൊരു ബദലൊന്നും മുന്നോട്ട് വെക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ബദലിൽ ഒരുപാട് തകരാറുകളുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ധ്രുവീകരിക്കാൻ വേണ്ടി BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ വിഷയത്തിൻ്റെ മുകളിലും കൃത്യമായൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ 370 ബന്ധപ്പെട്ട കാര്യങ്ങൾ, അയോധ്യയുടെ കാര്യത്തിൽ, ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിന് വെളിയിലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പല വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ഓരോ വിഷയം വരുമ്പോഴും വ്യക്തമായ ഒരു നിലപാട് കൈക്കൊള്ളാൻ കോൺഗ്രസ് മടിച്ചു നിൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വയ്ക്ക് ബദലായി ഒരു മൃദു ഹിന്ദുത്വ ഭാവമാണ് കോൺഗ്രസ് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെ ഞങ്ങൾ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ്സിന് ആശയപരമായൊരു ദൃഢതയും സംഘടനാപരമായ ഒരു ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബദലാകാൻ കഴിയുന്നുള്ളൂ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇടതുപക്ഷം ഒരിക്കലും ഒരു അധികാരത്തിന് പുറകിലായിരുന്നില്ല. 2004 ഞങ്ങളിവിടെ തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ്. പക്ഷേ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിക്കാതെ തന്നെ UPAക്ക് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു ഗ്യാസ് കണക്ഷൻ പോലും അതിന് പ്രത്യുപകാരമായിട്ട് ഇടതുപക്ഷം വാങ്ങിയിട്ടില്ല. മറ്റുള്ള കക്ഷികളൊക്കെ മന്ത്രിസ്ഥാനം വിലപേശി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഗുണങ്ങൾ അവരുണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടും സ്വീകരിക്കാതെ BJPക്കെതിരെയുള്ള ഒരു നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചൊരു പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് ഇടതുപക്ഷം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണം. അതിനെ തകർക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്ന BJPയെ തൂത്തെറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു വിശാല മുന്നണി, വിശാല ഐക്യം നിര വേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നത്. പക്ഷേ കേരളത്തെ സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ അന്തസത്ത നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി, സാന്നിധ്യം പരമപ്രധാനമാണ്. ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ ആൾക്കാർക്കെല്ലാം ബോധ്യമായിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പല കാര്യങ്ങളിലും ശബ്ദമുയർത്തുമ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള കോൺഗ്രസ് MPമാർ ആ രീതിയിൽ ശബ്ദമുയർത്തിയോ എന്നുള്ള കാര്യം നമ്മൾ നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പൗരത്വ ഭേദഗതിയാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. പൗരത്വ ഭേദഗതിക്കെതിരെ ഇടതുപക്ഷം എത്ര ശക്തമായ നിലപാടാണ് പാർലമെൻറ്റിലും പുറത്തും കൈക്കൊണ്ടത്. കേരള നിയമസഭയാണ് ആദ്യമായിട്ടൊരു പ്രമേയം ഇതിനെതിരെ പാസ്സാക്കിയത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ മറ്റ് പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ നിലപാടെന്തായിരുന്നു? അഴകുഴമ്പൻ നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു, അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, എന്നും പറഞ്ഞു. അതായത് ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും നടപ്പിലാക്കില്ല. ആ സമയത്ത് UDFലെ മുതിർന്ന ചില ആൾക്കാർ പറഞ്ഞെന്താണ്, ഇനി നമ്മൾ പിടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പൗരത്വ രജിസ്റ്റർ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാമെന്ന് പറയുന്ന UDF നേതാക്കൾ പോലും അന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും വളരെ സജീവമാണ്. ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നതുകൊണ്ട് മാത്രമാണ് UDF അത് സംബന്ധിച്ചൊരു നിലപാട് ശക്തിയുക്തം എടുക്കുന്നത്. പക്ഷേ കേരളത്തിന് വെളിയിലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണെന്ന് ആരായുമ്പോൾ അവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണെന്ന് വ്യക്തമാകും.